ഹലോ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ നാട്ടിലേക്കൊന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും മരിച്ചിട്ട് ഇപ്പോൾ 8 വർഷമായി. അപ്പോൾ അതോടുകൂടെ നാടുമായിട്ട് അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ കുറവാണ്, പോക്ക് വരവൊക്കെ കുറവാണ് കേട്ടോ. കുറേ വല്ല കല്യാണങ്ങൾ, മരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് നാട്ടിലേക്കൊന്ന് പോവുക. അപ്പോൾ ഇന്നിപ്പോൾ ഒരു മരിപ്പുണ്ടായിരുന്നു കേട്ടോ. കൂട്ടുകാരിയുടെ അച്ഛനാണ്. അതിലുപരി ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ആൾക്കാരൊക്കെയാണ് ഞങ്ങൾ. അപ്പം ഇന്ന് ഞാൻ അതിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗുരുവായൂർ വരെ ബസ്സിനാണ് പോയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ചേച്ചിയുടെ കൂടെ കേട്ടോ പോണേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചേറ്റുവ പാലം. ഞാൻ പറയുക കുറേ നാളായി ഇങ്ങോട്ട് വന്ന കാരണം വഴിയൊന്നും മനസ്സിലാവണില്ല. ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു. റോഡൊക്കെ വീതി കൂട്ടിയപ്പോൾ അറിയണമെന്നില്ല. അപ്പോൾ ചേച്ചിയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതിൽ കൂടെ പോകുന്ന ആളായപ്പോൾ അവൾ പറയുകയാണ്, ഇത് അന്ന് ചെയ്തതാണ് ഇന്ന് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഞാൻ കണ്ട ഓർമ്മ പോലും ഇല്ല പല വഴികളും. കാരണം ഇപ്പോൾ 2 വർഷത്തിലേറെ ആയിരിക്കുന്നു ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ആ കാണുന്നതാണ് കേട്ടോ ചേറ്റുവ സ്കൂള്. കുറേ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. ഒരു തവണ ചന്ദനക്കുടം നേർച്ചയ്ക്ക് ആന ഇടഞ്ഞ സ്കൂളുണ്ടല്ലോ, അതാണ് ഞങ്ങളുടെ അടുത്തുള്ളൊരു സ്കൂളാണത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഹോസ്പിറ്റലാണ്, MES ഹോസ്പിറ്റലാണ്. എൻ്റെ ഒരു ഡെലിവറിയും പിന്നെ എൻ്റെ അമ്മയുടെ ക്യാൻസറിൻ്റെ ആദ്യത്തെ കുറച്ച് ചികിത്സകളൊക്കെ ഇവിടെ ഈ ഹോസ്പിറ്റലിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയായിരുന്നു ആദ്യത്തെ ഹോസ്പിറ്റൽ. ഇപ്പോൾ അത് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് വലിയ ഹോസ്പിറ്റലാക്കി പണിതിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ മരണ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ ഫ്രണ്ട്സുകളുടെ വീടുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് കണ്ടു, സംസാരിച്ചു. പിന്നെ അവരൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പോണ വഴിയാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ എൻ്റെ വീടൊക്കെ വിറ്റ കാരണം ഞാൻ അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ ഈ കാണുന്നത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ വീടാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനത് എടുത്തത്. പിന്നെ ഈ കാണുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ ഇതിൽ കൂടെ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്താനായി. റോഡൊക്കെ ആകെ മോശമാണ് കേട്ടോ. ആകെ കുണ്ടും കുഴിയൊക്കെ ആയിട്ട് ഒരു വിധത്തിൽ തലയൊക്കെ കിടന്നിങ്ങനെ ഇളകിയിരുന്നു. പിന്നെ ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്, +1 +2. പിന്നെ ഞങ്ങൾ തിരിച്ച് വരികയാണ്. വരുന്ന വഴിക്കൊരു ബേക്കറിയിൽ കയറി ചായയൊക്കെ കുടിച്ചു. കാരണം ഞാൻ 6:40 KSRTC ആയിട്ട് പോയത്. അപ്പോൾ ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വരുന്ന വഴിക്കൊരു ചായയും ചിക്കൻ റോളും കഴിച്ചിട്ട് അങ്ങനെ എനിക്ക് തീരെ വയ്യാത്തായപ്പോൾ അവൾ പറഞ്ഞു വീട്ടിലേക്ക് ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് വരികയാണ് ഞങ്ങൾ. അപ്പോൾ ഇത് ഏതോ ഒരു അമ്പലമാണ് കേട്ടോ. അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തതാണ്. ഇത് അമ്പലത്തിൻ്റെ കുളമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് അങ്ങനെ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ നാട് കണ്ടു. പക്ഷെ അവിടെ പോയപ്പോൾ ഉള്ളിലൊരു വേദനയാണ്. കാരണം എൻ്റെ വീട് ചെറുതാണെങ്കിലും എൻ്റെ അമ്മ ഒരുപാട് ആശിച്ച് പണിതൊരു വീടായിരുന്നു കേട്ടോ. പക്ഷെ അതിലധികം നാൾ അമ്മയ്ക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അമ്മയുടെ അച്ഛൻ്റെയും ചികിത്സയ്ക്കും എൻ്റെ കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ട് ആ വീട് വിൽക്കേണ്ട വന്നു. അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആരും ഉണ്ടാവില്ല, അപ്പോൾ അവരെ കല്യാണം വേഗം കഴിപ്പിച്ച് വിടണം അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു സങ്കടം.